നമസ്കാരം സുഹൃത്തുക്കളെ, പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ ഇന്നും ഒരു വെറൈറ്റി എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഒരു മീനിൻ്റെ തലക്കറിയുമായിട്ടാണ്. തലക്കറി എങ്ങനെയാണ് വെക്കുന്നതെന്നറിയാമോ? നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് വെക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം. വീട്ടിലുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടെയാണിത്. ഇതിന് വേണ്ടിയ സാധനങ്ങളെ മെയിനായിട്ട് തല, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കടുക്, ഉലുവ, കൊച്ചുള്ളി കുറച്ചരിഞ്ഞത്, വെളുത്തുള്ളി, ഇഞ്ചി, കാന്താരിയോ പച്ചമുളകോ എന്തെങ്കിലും. ഞാനിവിടെ കാന്താരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില, തേങ്ങാപ്പാൽ, വെളിച്ചെണ്ണ, ഉപ്പ്, പുളി. ഇത് നമ്മുടെ കപ്പളങ്ങാപ്പഴമാണ്. റെഡ് ലേഡി എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഉള്ളതാണ്. ഇതിവിടെ വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകർക്ക് വേണ്ടി ഇടവേളകളിൽ കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. നമ്മളിന്ന് മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസിൽ ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ അളവ് അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെ തവിക്കകത്തിലെടുക്കുന്നത് കേട്ടോ. ഇത് വഴറ്റാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് വേണം. എണ്ണ ഒഴിച്ചേ ചൂടായി. നമുക്കതിലേക്ക് തിളച്ച് നിൽക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുക. ഉലുവയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മീൻകറിക്കൊക്കെ ഉലുവയായിട്ട് ചേർത്ത് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. വലിയ കയ്പ്പ് വരത്തില്ല. നമ്മൾ പൊടി ചേർക്കുമ്പോൾ ഉണ്ടല്ലോ, കൂടിപ്പോയാൽ കഴിക്കും. ഇതാകുമ്പോൾ അത്രയും കയ്പ്പ് വരത്തില്ല. ഇനി നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, കറിവേപ്പില, കാന്താരി എല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം. കടുക് പൊട്ടിയേ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഉണ്ടല്ലോ, പൊളിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇത് വെളുത്തുള്ളി കൊണ്ടുവരുമ്പോൾ അത് ഫ്രീസറിനകത്തിൽ വെച്ചിട്ട് ഒന്ന് ഫ്രീസായി കഴിയുമ്പോൾ അതെടുത്ത് പുറത്ത് വയ്ക്കണം. എന്നിട്ട് പെട്ടെന്ന് ഇതിങ്ങനെ നമ്മൾ കൊഞ്ചൊക്കെ പ്രോൺസ് പൊളിക്കുമ്പോൾ അത് എടുക്കത്തില്ലേ, അതുപോലെ പൊളിഞ്ഞിങ്ങ് പോരും. എന്നിട്ട് ഫ്രീസറിനകത്തിൽ വെച്ചിരുന്നാൽ മതി. അതിൻ്റെ കളർ വ്യത്യാസമൊന്നും വരത്തില്ല. കണ്ടോ, ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്ന വെളുത്തുള്ളിയായിരുന്നു. അതിൻ്റെ കളറ് കണ്ടോ, എണ്ണയ്ക്കകത്തിലിട്ടപ്പോൾ ആ ഫ്രഷായിട്ടുള്ള കളറ് തന്നെ വരും. ഇനി ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഇനി കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരുന്ന കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇനി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം ഇപ്പം തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും, നാടൻ കറിവേപ്പിലയാണ്. നമ്മുടെ ഉള്ളി ഇതെല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ടേ. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, കാന്താരി എല്ലാം കൂടെ. ഇനി നമ്മൾ അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. ഇനി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. പൊടികളൊക്കെ മൂത്ത് പോകാതെ തീ അല്പം കുറച്ച് വെച്ച് വേണേ, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരെയൊക്കെ തുമ്മും. നമുക്ക് ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. തലക്കറിക്ക് ഇത്തിരി മല്ലിപ്പൊടി വേണം. ഞാൻ അല്ലാത്ത മീൻകറിക്കൊന്നും മല്ലിപ്പൊടി ചേർക്കാറില്ല. പക്ഷേ മുള്ളുകറി, തലക്കറിയൊക്കെ വെക്കുമ്പം അല്പം മഞ്ഞൾ പൊടി നല്ലതാണ്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. ഇത് കേരയുടെ തലയാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ മീൻകറി വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഈ മീൻകറിക്കൊരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ ഈ പുളി തിളപ്പിച്ച വെള്ളം, പുളി തിളപ്പിക്കുകയോ അല്ലാതെ ആ സമയത്ത് തന്നെ നമ്മൾ പുളി കഴുകി ഉപ്പും പുളിയും കൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വെള്ളമോ ഇതിനകത്തിൽ ഒഴിക്കുവാണെങ്കിലുണ്ടല്ലോ, ഈ മീൻകറിക്ക് ഇതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു കളറ് കിട്ടും. ആദ്യമേ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ പുളി ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലത് ആദ്യമേ തന്നെ ഈ മസാലയൊക്കെ വന്ന് കഴിയുമ്പോൾ ഈ പുളിവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത്.
ഇപ്പോഴേ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിക്കാൻ പോവുകയാണേ. ഞാനിവിടെ പുളി ഇട്ട് ഉപ്പും കൂടി ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം അത് ചേർക്കാൻ. ഇത് തുമ്മും കേട്ടോ മസാല ഇങ്ങനെ ചേർത്തേക്കുന്നുണ്ടേ. പിന്നെ പുളി വേണമെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇതിനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അവസാനമേ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കത്തുള്ളൂ. നമ്മൾ ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ. ഞാൻ ചോദിച്ചാൽ പുളിയുടെ കൂടെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ചായിരുന്നു. അത് പോരാ, നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പുളിയൊക്കെ എന്നിട്ട് ആവശ്യത്തിന് വീണ്ടും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഈ പൊടിയുടെ മണമെല്ലാം കൂടെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നുണ്ട്. നല്ലൊരു മണമാണ്. നമ്മുടെ മീൻകറിയുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ. നല്ലൊരു മണമൊക്കെ ഗ്രേവിയുടെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീനിൻ്റെ തലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കപ്പോഴേ മീൻതല എടുത്ത് ഇതിനകത്തിലേക്ക് അങ്ങ് ഇടാം. ഇത് മുങ്ങിക്കിടക്കത്തില്ല, നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം വേവുന്നതിനനുസരിച്ച്. നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഇത്തിരി ഗ്രേവി ഇതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അകത്തെ ആ പൂവ് ഇതെല്ലാം എടുത്ത് കളഞ്ഞിട്ട്. ഒരു ചെറിയ കഷ്ണം കായം കൂടി ഇട്ട് കൊടുക്കാവേ. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ചട്ടിയുടെ ചുവട്ടിൽ പിടിക്കാതെ നമ്മളിങ്ങനെ കറക്കി കൊടുക്കണം. നമുക്കിത് രണ്ട് സൈഡും വേവാനായിട്ടൊന്ന് അടച്ച് വെക്കാവേ. നമ്മുടെ മീൻകറി തിളയ്ക്കുന്ന മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണെന്ന്. നല്ല മണം. ഉലുവയുടെയും കായത്തിൻ്റെയും ഒക്കെ എല്ലാത്തിൻ്റെയും കൂടെ കൂടിയൊരു നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ കറിയുടെ കളറൊക്കെ കണ്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്കിതൊന്ന് കോരി നോക്കാം. കണ്ടോ നല്ല കളറായില്ലേ. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്കും കൂടെ മാറ്റണം. ചെറിയ പ്ലേറ്റൊന്നും പോരെന്ന് തോന്നുന്നു. നമ്മളെ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. നല്ല കുറുകിയ തേങ്ങാപ്പാലാണ്. ആവശ്യത്തിന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും മതി. അല്ലേ നമ്മുടെ മീൻകറിയുടെ കളറും കൂടെ പോകും. അപ്പം അത്യാവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട്. പിന്നെ ഇതൊന്ന് കറക്കി കൊടുക്കണം. കൈ പൊള്ളാതൊക്കെ നോക്കണം കേട്ടോ. ഇനി നമുക്കിത് കടുക് വറുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടായി വരണം. തേങ്ങാപ്പാൽ ഒഴിച്ചതായതുകൊണ്ട് തിളയ്ക്കണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് ചൂടായി വരണം. അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തലക്കറി റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോഴേ നമ്മുടെ തലക്കറി എല്ലാം നമ്മൾ സെർവിങ് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കപ്പ പുഴുങ്ങിയതും കൂടെ വെച്ചിട്ടുണ്ട്. വേവിക്കാനൊന്നും സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അത് നമുക്കിന്ന് ടേസ്റ്റ് ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രാവലിംഗ് മലബാറിയാണ്. അപ്പം നമുക്ക് എൻ്റെ ഇച്ചായനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെയും കൊണ്ട് രണ്ടുപേരെയും കൊണ്ടും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. എന്നാൽ രണ്ടുപേരും കൂടെ ടേസ്റ്റ് ചെയ്തിട്ട് സത്യസന്ധമായിട്ടുള്ള മറുപടി എൻ്റെ സുഹൃത്തുക്കളോടൊന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അല്ലേ അങ്കിളെ, നമുക്ക് തീർച്ചയായിട്ടും ഒരു കപ്പ എടുത്തിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. ആ ഒരു മണം സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് മണത്തോണ്ടോ അടിപൊളി കേട്ടോ. ആ ഒരു മണം കുറേ നേരമായിട്ട് ഞാനിത് വീഡിയോ എടുക്കുമ്പോൾ തൊട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഗ്രേവിയിലൊന്ന് മുക്കിയിട്ട് ഒന്ന് കപ്പ കഴിച്ചോണ്ടേ. അത് നമ്മൾ ചെറിയൊരു പീസ് എടുക്കാനായിട്ട് പോകണം. സൈഡിൽ നിന്ന് ഇതൊരു ഫുള്ള് തലയായോണ്ടേ നമ്മൾ നോക്കിയെടുക്കണം. ഇങ്ങനെ പറിച്ചിട്ട് അതെ അതെ ആ ഗ്രേവിയിലോട്ടൊന്ന് മുക്കി ഒരു പീസ് എടുക്കണം. അപ്പോൾ ഗ്രേവിയിലോട്ട് മുക്കി ആ കപ്പ വായിൽ ഓൾറെഡി കിടപ്പുണ്ട്. അപ്പം അതിൻ്റെ ഇതിലോട്ട് നമുക്ക് ഈ ഒരു ടേസ്റ്റ് കൂടെ പോകുമ്പോഴത്തേനും കറക്റ്റ് സത്യം പറയാണെങ്കിൽ മീൻകറിയൊക്കെ ഒന്ന് ഒരു തലേദിവസം ആകുമ്പോഴാണ് ടേസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇതുണ്ടല്ലോ ഇപ്പം തന്നെ ടേസ്റ്റായി.
കറക്റ്റ് ഉപ്പ്, കറക്റ്റ് പുളി, ആ ഒരു എരിവും എല്ലാം കൂടെ ചേർന്നിട്ട് സത്യം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്നാണേലും ഈ പറഞ്ഞ രീതിയിലൊന്ന് വീഡിയോ ഇതുപോലെ തന്നെ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് എന്നാണേലും ഇഷ്ടപ്പെട്ടു. 100-ൽ നമുക്കൊരു 95 മാർക്കും കൊടുത്തേക്കാം. അത്രേ ഉള്ളൂ. അല്ല, എന്നൊരു ഷെഫ് പിള്ളൊക്കെ എനിക്ക് ചോദിച്ചു തന്നെ. ഇനിയിപ്പോൾ അങ്കിളിൻ്റെ ഒരു ഇതുകൂടെ പറയട്ടെ അല്ലേ? നല്ല ടേസ്റ്റിയാണ്. ഈ പറയുന്ന പോലെ എരിവ് പുളി എല്ലാം കറക്റ്റാണ്. പിന്നെ ഇത് കപ്പയ്ക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ മാച്ചിങ് ആണെന്നാണ് തോന്നുന്നു. ചപ്പാത്തിക്കും ചോറിനും പൊറോട്ടയ്ക്കും കപ്പ വേവിച്ചതിനും എല്ലാത്തിനും നല്ലതാണ്. തലക്കറി ഇഷ്ടമുള്ള പീസ് ഇങ്ങോട്ട് ഇറങ്ങി വരുമല്ലേ? ഇറങ്ങി നല്ലപോലെ വെന്തിരിക്കും. നല്ലപോലെ വെന്തിരിക്കും. നല്ല ജ്യൂസി പരുവത്തിന് നന്നായിരിക്കുന്നു. വെരി ഗുഡ്. ഇപ്പോഴേ ഞാനും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നമുക്കൊരു കഷ്ണം കപ്പയും അതിൻ്റെ കൂട്ടത്തിൽ മീനിൻ്റെ ഒരു പീസും നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. കപ്പയുടെ കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാവേ. കൊള്ളാം, സൂപ്പറാ. അപ്പോഴേ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയുമായി വരും വരേക്കും സൈനിങ് ഓഫ് പച്ചച്ചക്ക ഫുഡ് ആൻഡ് ട്രാവൽ.